എൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു. ട്രിവാൻഡ്രംസ് ലാർജസ്റ്റ് ഇഫ്താർ ബഫേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു നമ്മുടെ പുത്തരി ചോറും മധുരക്കിഴങ്ങും തൊട്ട് അങ്ങ് റഷ്യൻ ഡിഷായ ബീഫ് സ്ട്രോഗനോഫ് വരെ നീളുന്ന ഒരു കിഡിലം ബഫേ എക്സ്പീരിയൻസ്. ആദ്യമേ കുറച്ച് ഡേറ്റ്സും വെള്ളവും ജ്യൂസും വെച്ച് നോമ്പ് തുറന്നിട്ട് അവരുടെ ഇഫ്താർ സ്നാക്സ് കൗണ്ടറിലേക്ക് പോയി. അവിടുത്തെ കുറച്ച് സ്നാക്സ് ഒക്കെ ഒരു പ്ലേറ്റിലാക്കി. പിന്നെ ജ്യൂസസിൽ ഈ കേസർ ബദാമായിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ്. നമസ്കാരം കഴിഞ്ഞ് വന്നൊന്ന് റിഫ്രഷ് ആവാൻ സാലഡ് ആൻഡ് സ്പ്രെഡ്സ് കൗണ്ടറിലേക്ക് ചെറുതായിട്ടൊന്ന് തല കാണിച്ചിട്ട് ഈ ലാം സൂപ്പ് ട്രൈ ചെയ്തു. എന്നിട്ട് നേരെ സ്റ്റാർട്ടേഴ്സിലോട്ട് വിട്ടു. ഇത് ഇവിടുത്തെ ഒരു ബെസ്റ്റ് സെക്ഷൻ ആയിരുന്നു. ഒരുപാട് വെറൈറ്റീസ്, ഫിഷ്, മട്ടൺ, ചിക്കൻ, എസ്പെഷ്യലി മട്ടൺ പെപ്പർ ഫ്രൈ. അവസരം കിട്ടിയിരുന്നതിൽ പൊതിഞ്ഞെടുക്കാൻ തോന്നിപ്പോയി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അധികം ലാഗ് അടുപ്പിക്കാതെ നേരെ മെയിൻ കോഴ്സിലോട്ട് പോയി. ലൈവ് അപ്പവും കൂടെ കഴിക്കാൻ നേരത്തെ പറഞ്ഞ ബീഫ് സ്ട്രോഗനോഫും കടായി പ്രോൺസും ലാം സ്റ്റൂവും എടുത്തു. പിന്നെ ഇതിൽ ഈ സ്ട്രോഗനോഫ് ആയിരുന്നു സ്റ്റാർ. പിന്നെ ലൈവ് പാവജി കൗണ്ടറിൽ സാധാ അല്ല കീമ പാവ് ട്രൈ ചെയ്തു. ആൻഡ് പാസ്ത കൗണ്ടറിൽ നിന്ന് ഒരു അടിപൊളി വൈറ്റ് സോസ് ചിക്കൻ പാസ്ത. പിന്നെ അപ്പുറത്ത് ബീഫ് ലസാഞ്ഞ, ജമൈക്കൻ ചിക്കൻ, മാഷ് പൊട്ടേറ്റോ ഒക്കെ. ഇതൊക്കെ കഴിക്കുമ്പോഴും നോട്ടം ആ ബിരിയാണി ചട്ടിയിലോട്ടായിരുന്നു. ചെട്ടിനാട് മട്ടൻ ബിരിയാണി കഴിഞ്ഞ തവണത്തെ തലശ്ശേരിയുടെ അത്രയും എത്തിയില്ലേലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നെവർ ദ ലീസ്റ്റ് ഡെസേർട്സ്. വയർ ഫില്ലായതുകൊണ്ട് നോർമൽ ഡെസേർട്സ് നിന്ന് മാറ്റി അറബിക് ഒന്ന് പിടിച്ചു. സമൂസ അല്ല, വർബത്ത് കിഷ്ത ആണ്. നമോറ, ബസ്ബൂസ ആൻഡ് ദ ബെസ്റ്റ് അലിനെ എന്തൊക്കെയോ പേര് പോലും കേട്ടിട്ടില്ലാത്ത കുറേ ഐറ്റംസും കൂടെ ഐസ്ക്രീമും രസ്മലായും എടുത്ത് ഞങ്ങൾ സൈഡായി. സോ അടുത്ത ഇഫ്താർ എപ്പിസോഡുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് അറ്റ് ഫൂക്ക്.